കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 24ആയി. മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിക്കും. വിമാനം ദില്ലിയിൽ നിന്നും കുവൈറ്റിലേക്ക് പുറപ്പെട്ടു. അതേസമയം അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് കമ്പനി അറിയിച്ചു. ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജമാൽ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വിവരമെന്ന് പറയുന്നത് ഈ അപകടത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കമ്പനി അധികൃതർ വെളിപ്പെടുത്തുന്നത്? കാരണം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ശ്വാസം മുട്ടി മരിച്ചവരാണ് പലരും എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കമ്പനിയുടെ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. മറ്റു വിശദാംശങ്ങൾ കൂടി. വിനീഷ, അപകട കാരണത്തെ സംബന്ധിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ. പക്ഷേ ഇതിനിടയിലാണ് കമ്പനി ഇത്തരത്തിൽ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. ഈ കെട്ടിടത്തിന്റെ താഴെ നിലയുള്ള സുരക്ഷാ ക്യാബിൻ, സെക്യൂരിറ്റി ക്യാബിനിൽ നിന്ന് തീപിടുത്തമുണ്ടായി. ഇവിടെ തീ പടർന്നു. ഇത് ഷോർട്ട് സർക്യൂട്ടിന് ഇടയാക്കി. പിന്നീട് ഈ കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സൂക്ഷിച്ചിരുന്ന 21 ഗ്യാസ് സിലിണ്ടറുകളാണ് സൂക്ഷിച്ചിരുന്നത്. ഇതിലേക്ക് തീ പടർന്നു. ഇങ്ങനെയാണ് അപകടമുണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഈ ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടർന്നാണ് വലിയ അപകടത്തിന് വഴി തെളിയിച്ചത്. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ നിന്ന് മുകൾ നിലയിലേക്ക് തീയും പുകയും ഉയർന്നു. അങ്ങനെ ഉറക്കത്തിലായിരുന്ന ആളുകൾ പരിഭ്രാന്തരായി താഴേക്ക് ചാടുകയും അതുപോലെ തന്നെ പുക ശ്വസിക്കുകയും ചെയ്താണ് മരണമുണ്ടാവുകയും ഗുരുതരമായ പരിക്ക് ഏൽക്കുകയൊക്കെ ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുവൈത്തിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനം കുവൈത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലസ് വിമാനമാണ് പുറപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ സമയം 5:30 ഈ വിമാനം കുവൈത്തിലേക്ക് പുറപ്പെട്ടു. രാത്രിയോടുകൂടി ഈ വിമാനം ഇവിടെ എത്തിച്ചേരും. ഇതിനുശേഷം മിക്കവാറും ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ നാളെ പുലർച്ചയോടെ തന്നെ ഈ മൃതദേഹങ്ങൾ, മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ അവരുടെ നാടുകളിലേക്ക് കൊണ്ടുവരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് ഡൽഹിയിലെ അതോ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ തിരിച്ചാണോ എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഡൽഹിയിലേക്ക് വിമാനങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്ന് കേരളത്തിലേക്ക് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുവരാനായിരിക്കും സാധ്യത. ഏതായാലും വ്യോമസേനയുടെ ഈ വിമാനത്തിലായിരിക്കും മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ കൊണ്ടുവരിക. കുവൈത്ത് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു, വേണമെങ്കിൽ കുവൈത്തിന്റെ വിമാനങ്ങളിൽ തന്നെ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്തിക്കാമെന്ന്. കുവൈത്ത് ആഭ്യന്തര മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വിമാനങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ കുവൈത്തിൽ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ടൊക്കെ തന്നെ പൂർത്തിയായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാത്രി വൈകിട്ട് അല്ലെങ്കിൽ നാളെ പുലർച്ചയോടുകൂടി ഈ മൃതദേഹങ്ങളൊക്കെ തന്നെയും നാട്ടിലേക്ക് കൊണ്ടുവരും. ജമാൽ, അതേസമയം ഈ പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യാവസ്ഥ കൂടി, കാരണം നിരവധി മലയാളികൾ ഗുരുതരാവസ്ഥയിൽ പരുക്കേറ്റ് ചികിത്സയിൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീഷ, ഗുരുതരമായി പരിക്കേറ്റ് 12ഓളം ആളുകളാണ് ഇപ്പോൾ കുവൈത്തിലെ ഫർവാനിയ, അൽജാബർ തുടങ്ങിയ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത്. അപകടനില ഏറെക്കുറെ തരണം ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ അത് കൃത്യമായി പറയാനാകില്ല. 27 പേരാണ് കുവൈത്തിലെ വിവിധ ആശുപത്രികളിൽ ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ടി ജമാലുദ്ദീനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.